പുന്നപ്ര വയലാർ സമരത്തിൻ്റെ ചരിത്രഭൂമികയിൽ ചെറിയ മഴ, ചെറുതല്ല, സാമാന്യം നല്ല മഴ. ഈ മഴയുടെ ലാഞ്ചനയിൽ പുന്നപ്രയിൽ വയലാർ സമര രക്തസാക്ഷി ദിനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സമ്മേളനങ്ങൾ നടക്കുന്നു. വയലാറിൽ മറ്റൊരു യോഗം കൂടി നടക്കുന്നുണ്ട്. ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ, CPIയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒരു യോഗം നടക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ തിരുവനന്തപുരം AKG സെൻറ്ററിലും ഒരു യോഗം ചേരുന്നുണ്ട്. AKG സെൻറ്ററിൽ നടക്കുന്ന യോഗം CPMൻ്റെ സംസ്ഥാന കമ്മിറ്റിയാണെങ്കിൽ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണെങ്കിൽ അവിടെ നടക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി വളരെ നിർണായകമായൊരു കമ്മിറ്റിയാണ് ആലപ്പുഴയിൽ നടക്കുന്നത്. കമ്മിറ്റിയുടെ പശ്ചാത്തലം എല്ലാവർക്കും അറിയാം. PM ശ്രീ പദ്ധതിയിൽ കേരളം ക്യാബിനറ്റിനെ മറികടന്ന് ഒപ്പുവച്ചു. അതിൽ 2 വിഷയങ്ങളാണ് CPI അലട്ടുന്നത്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അലട്ടുന്ന 2 വിഷയങ്ങളാണ്. ഒന്ന്, ദേശീയ തലത്തിൽ തന്നെ BJPയുടെയും സംഘപരിവാറിൻ്റെയും വർഗീയ അജണ്ടകൾ വിദ്യാഭ്യാസത്തിലൂടെ കടത്തുന്നുവെന്ന് പറഞ്ഞ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ കഴിഞ്ഞ 5 വർഷമായി നഖശികാന്തം എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അത് ISF, IYF, CPI, അതുപോലെ CPIയുടെ സാംസ്കാരിക നായകർ, അവരുടെ സാമൂഹ്യ പ്രവർത്തകർ, അവരുടെ എഴുത്തുകാർ, അവരുടെ സാങ്കേതിക വിദഗ്ധർ, അവരുടെ ശാസ്ത്രജ്ഞന്മാർ എല്ലാവരും ഇതിനെ നഖശികാന്തം ആശയപരമായി എതിർക്കുന്നൊരു വിഷയമാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. അത് നടപ്പിലാക്കിയാൽ മാത്രമേ PM ശ്രീയിലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ് PM ശ്രീയിലുള്ളത്. PM ശ്രീ നടപ്പിലാക്കിയാലേ SSAക്ക് പൈസ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി കുഴഞ്ഞ് കിടക്കുന്നത് കൊണ്ട് പ്രധാനമന്ത്രി അമിത്ഷായെയും കാണാനായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി പോയിരുന്നു കഴിഞ്ഞ ദിവസം. വിദേശത്ത് പോകുന്നതിന് മുമ്പ് പോയപ്പോൾ വളരെ കൃത്യമായി ധർമ്മേന്ദ്ര പ്രധാൻ, വിദ്യാഭ്യാസ മന്ത്രി, പറഞ്ഞു ഇതിൽ ഒപ്പിടണം. അത് പ്രധാനമന്ത്രിയെ കൊണ്ട് പറയിച്ചു എന്നാണ് അറിയുന്നത്. അങ്ങനെ പ്രധാനമന്ത്രി അമിത്ഷായൊക്കെ നിർബന്ധിച്ചതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി അപ്പോൾ തന്നെ വിളിച്ച് ശിവൻകുട്ടി മന്ത്രിയോട് പറഞ്ഞു എൻ്റെ പ്രൊസീജിയർ നീക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ അതിന് മുമ്പേ നീക്കി കഴിഞ്ഞു, പ്രൊസീജിയർ നീക്കി. അപ്പോൾ അത് ഒപ്പിടാനുള്ള ധാരണയായി. ഈ സമയത്താണ് ക്യാബിനറ്റിൽ നമ്മുടെ GR അനിലും K രാജനുമൊക്കെ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത്. പക്ഷേ അതൊന്നും CMഉം വിദ്യാഭ്യാസ മന്ത്രിയും ഒന്നും പറഞ്ഞില്ല, കേട്ടുകൊണ്ടിരുന്നതേ ഉള്ളൂ. രാഖി രാമാനും ആരും അറിയാതെ വാസുകി ഡൽഹിയിൽ പോയി ഒപ്പിടുകയും ചെയ്തു. അപ്പോൾ ഇത് ഒപ്പിട്ട് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇതിൻ്റെ ജഗപൊകകൾ പുറത്തു വരാൻ തുടങ്ങിയത്. ഇതിന് ജഗപൊകകൾ പുറത്തു വരുമ്പോൾ ഇപ്പോൾ CPIയുടെ മുന്നിൽ 2 ഓപ്ഷനാണുള്ളത്. 3 ഓപ്ഷൻ ഉണ്ട്, എന്നാലും 2 എണ്ണമാണ് പ്രധാനമായി അവർ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് മുന്നണിയിൽ നിന്ന് തന്നെ മാറിപ്പോവുക. ഇനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഞങ്ങളില്ല, പക്ഷേ അതൊരു വല്ലാത്ത രാഷ്ട്രീയ തീരുമാനമായി പോകും. ഇതുപോലൊരു കടുത്ത രാഷ്ട്രീയ തീരുമാനമെടുത്തിട്ടാണ് PKV മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ മുഖ്യമന്ത്രി പദം വലിച്ചെറിഞ്ഞിട്ട് ഇടതുപക്ഷ മുന്നണിയിലേക്ക് കോൺഗ്രസിൽ നിന്ന് മാറി വന്നത്. അത് വേറൊരു ചരിത്രം. അപ്പോൾ അങ്ങനെ ഒരു ചരിത്രം വന്നതുകൊണ്ട് പിന്നെ CPI വലിയ വില അന്ന് കൊടുക്കേണ്ടി വന്നു. അത്രയും വലിയ വില CPI കൊടുക്കുമോ എന്നൊരു പ്രശ്നമുണ്ട്. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് CPIയുടെ കേഡർമാരെല്ലാം ഒരു ഇടതുപക്ഷ മനസ്സിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ CPMൽ നിന്ന് അടിയുണ്ട്, തല്ലുണ്ട്, അല്ലെങ്കിൽ വെട്ടുണ്ട്, കുത്തുണ്ട്, സഖാക്കൾക്ക് കുത്തു കിട്ടുന്നു, അടി കിട്ടുന്നു, വെട്ട് കിട്ടുന്നു, നട്ടലിന് കിട്ടുന്നു, അരയ്ക്ക് താഴെ കിട്ടുന്നു, പലയിടത്തും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഒരു ആനിയനും ചേട്ടനും പാർട്ടി ആകുമ്പോൾ ഇങ്ങനെ സംഘർഷം നടക്കും. പക്ഷേ അതിനപ്പുറം മുന്നണി വിട്ടു പോവുക എന്ന് പറയുന്നത് കടുകട്ടി പ്രയാസമുള്ള കാര്യമാണ്. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, അത് കഴിഞ്ഞിട്ട് അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നു. മുസ്ലിം ലീഗിനെ ഇങ്ങോട്ട് വലിക്കാനുള്ള ശ്രമത്തിലേക്കുള്ള എല്ലാ ചരടും വലിച്ചുകൊണ്ട് LDF നിൽപ്പുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വലിയ പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ കേരളത്തിൽ ഉണ്ടായേക്കാം. അപ്പോൾ അതുകൊണ്ട് ആ ഓപ്ഷനാണ് ഏറ്റവും അവസാനത്തെ. പക്ഷേ അതിലേക്ക് പോകാൻ സാധ്യതയില്ല. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് മന്ത്രിമാരെ പിൻവലിക്കുക എന്നുള്ളതാണ്. അതും കുറച്ച് കടുത്ത ഓപ്ഷനായി പോകും. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് മന്ത്രിസഭാ യോഗങ്ങളിൽ പോകാതിരിക്കുക. അത് പക്ഷേ 4-5 മന്ത്രിസഭാ യോഗമല്ലേ ഇനി ഉണ്ടാവുള്ളൂ. കാരണം ഈ മൊത്തത്തിൽ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നതിനിടയ്ക്ക് ഒരു 5-6 മന്ത്രിസഭാ യോഗം ഉണ്ടാവും. അതിന് പോകാതിരിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടും CPI എടുത്തേക്കാം. അല്ലെങ്കിൽ CPI മുന്നോട്ട് വയ്ക്കുന്നത് നമുക്കൊരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയുടെ ഭാഗമായി കേന്ദ്ര ഗവൺമെൻറ് വീണ്ടും എഴുതാം, ഞങ്ങൾ PM ശ്രീയിൽ ഒപ്പുവച്ചെങ്കിലും ഞങ്ങൾക്ക് NEP നടപ്പിലാക്കാതിരിക്കാനുള്ള ഇളവ് തരണം, സിലബസൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ കമ്മിറ്റിയെ വെച്ച് ഇത് പഠിക്കാം എന്നൊക്കെ പഠിച്ച് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയോട് പറയാം എന്നുള്ള കാര്യങ്ങൾ കിടക്കുന്നു. ഇത്തരത്തിൽ പല തരത്തിലുള്ള ചർച്ചകളാണ് ഇതിൽ കിടക്കുക. പക്ഷേ എന്തായാലും ഇന്ന് ആലപ്പുഴയിൽ ഇന്നൊരു രക്തസാക്ഷി ദിനവും കൂടിയാണ്. ഒരു രക്തസാക്ഷി ദിനത്തിൽ അതിൻ്റെ സമ്മേളനവും വൈകുന്നേരം നടക്കുന്നു. ബിനോയ് വിശ്വവും മുഖ്യമന്ത്രിയും ഈ പ്രശ്നങ്ങളില്ലായിരുന്നെങ്കിൽ ഒന്നിച്ച് വേദിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. ഇനിയിപ്പോൾ ഒന്നിച്ച് വരുമോ എന്ന് നമുക്കറിയില്ല. ഇനിയിപ്പോൾ മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ഒന്നിച്ചവർ വീണ്ടും മീറ്റിങ്ങിൽ വരുമോ, അത് മന്ത്രിമാർ രാജിവെക്കുമോ, 10:30 മറ്റുമാണ് മീറ്റിംഗ് കൂടുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് വൈകുന്നേരത്തിനകത്ത് CPIയുടെ തീരുമാനം പുറത്തു വരും. അങ്ങനെ പുറത്തു വരുമ്പോൾ വളരെ കർശനമായ തീരുമാനമെടുക്കാനുള്ള സാധ്യത കാണുന്നില്ല.
മിക്കവാറും മന്ത്രിസഭയിൽ നിന്ന്, കാരണം ഇതിനെ വേറെ രൂപത്തിൽ അവതരിപ്പിക്കും. NEP ഞങ്ങൾ രാഷ്ട്രീയമായി വെളിയിൽ പ്രതിരോധിക്കും. മന്ത്രിസഭ പ്രൊസീജിയർ തെറ്റായതുകൊണ്ട്, മന്ത്രിമാരെ നിഴൽ നിർത്തി ചെയ്തതുകൊണ്ട് ഞങ്ങൾ മന്ത്രിസഭയിലേക്ക് ഇനിയില്ല എന്നുള്ളൊരു തീരുമാനമായിരിക്കും എടുക്കാനുള്ള വലിയ സാധ്യത കാണുന്നത്. അല്ല, കുറച്ചുകൂടി കടുത്ത തീരുമാനത്തിലേക്ക് പോകണമെന്നൊരു അഭിപ്രായം എക്സിക്യൂട്ടീവിനുണ്ട്. അങ്ങനെ കടുത്തതിലേക്ക് പോയാൽ മന്ത്രിമാരെ പിൻവലിക്കുക എന്നുള്ളതാണ്. പിൻവലിച്ചാൽ പക്ഷേ മുന്നണി ബന്ധങ്ങളിൽ വലിയ വിള്ളലുണ്ടാവും. പിന്നെ പിൻവലിച്ചു കഴിഞ്ഞാൽ CPM എങ്ങനെയാണ് ഇത് എടുക്കുന്നറിയില്ല. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ വലിയ പിടിവാശിയുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ പിടിവാശിയുള്ള MA ബേബിക്ക് പോലും സൈലൻ്റായി നിന്ന് കൊടുക്കേണ്ടി വന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ഉണ്ട്. D രാജ പോയി MA ബേബിയോട് പരാതി പറയുമ്പോൾ ഉരൽ ചെന്ന് ഉലക്കയോട് പരാതി പറയുന്ന പോലെ ഉള്ള ഒരു കഥയായിപ്പോയി. ഒന്നും കാര്യമില്ല. MA ബേബി കേട്ടോണ്ടെന്നൊന്നും സുഖം ശരി ഓക്കെ എന്നൊക്കെ പറഞ്ഞല്ലാതെ MA ബേബിക്കും പരിമിതിയുണ്ട്. നമ്മൾ പരിമിതിയായി കാണേണ്ടത്. രാഷ്ട്രീയ പരിമിതിയുണ്ട്. പോളിറ്റ് ബ്യൂറോയിലെ ഏറ്റവും സീനിയറായിട്ടുള്ള അംഗം, ഇവിടുത്തെ മുഖ്യമന്ത്രി, രാഷ്ട്രീയമായും സാമ്പത്തികമായും എല്ലാം CPMനെ എല്ലാവിധ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളുണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത ആളുകളെന്ന് അദ്ദേഹം മന്ത്രി പോലും ആക്കിയില്ല. തോമസ് ഐസക്, സുധാകരൻ, ശൈലജ ടീച്ചർ, ആരെയും മന്ത്രി പോലും ആക്കിയില്ല. അപ്പോൾ മുഖ്യമന്ത്രി വേറൊരു തലത്തിൽ നിൽക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തെ കുറ്റം പറയേണ്ട. ഓരോ വ്യക്തികൾക്ക് ഓരോ പ്രഭാവമാണല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രഭാവം വേറെയാണ്. അദ്ദേഹമാണ് രാജാവിനെ പോലെ. അദ്ദേഹം വളരെ രാജകീയ പദവിയിലാണ് ജീവിക്കുന്നത്. ചെറിയ രീതിയിലല്ല. അത് ഇടയ്ക്കിടെ ഇപ്പോൾ വിദേശത്ത് പോയി എത്ര യോഗത്തിലാണ് പങ്കെടുത്തത്. ഇവിടെ നിന്ന് ഏത് മുഖ്യമന്ത്രിയാണ് പോയി ഇങ്ങനെ വിദേശങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത്? ഇത് എല്ലാ രാജ്യങ്ങളും സന്ദർശിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഒരു പ്രധാനമന്ത്രി മോഡലിലാണ്. അദ്ദേഹം ഒരു രാജ്യം, കേരളം ഒരു രാജ്യമാണെന്നുള്ള മോഡലിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അത് ഓരോരുത്തരും ഓരോ ശൈലിയാണ്. അപ്പോൾ അത് നമുക്കിപ്പോൾ അദ്ദേഹത്തിന് ആ ശൈലിയെ ഒന്നും കുറ്റം പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആ ശൈലിയിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹം, ഞാനാണ് തീരുമാനം, ഞാൻ പറയും എന്നുള്ള നിലയിൽ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഓഫീസ് ഉള്ളിടത്തോളം കാലം മറ്റൊരു തീരുമാനത്തിനും ഒരു സ്കോപ്പില്ല. ശിവൻകുട്ടിയുടെ അടുത്ത് പറഞ്ഞു, ശിവൻകുട്ടി ഒപ്പിട്ടു. ഇനി പിൻവലിക്കാൻ പറഞ്ഞാൽ പിൻവലിക്കൽ എളുപ്പമല്ല. അതിൻ്റെ ചില വിഷയങ്ങൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. കാരണം അത് ഇന്നലെ ഏഷ്യാനെറ്റിലൊക്കെ വലിയ ചർച്ച നടക്കുന്നുണ്ട്. യാതൊരു ധാരണയുമില്ലാത്തൊരു ചർച്ചയാണ് ഏഷ്യാനെറ്റിൽ നടന്നത്. അങ്ങനത്തെ ചർച്ചകൾ നടക്കുമ്പോൾ അതിനെ അബ്ജോദ് എന്ന് പറയുന്ന പിന്നെ ആങ്കറും തിരുത്തിയില്ല, മറ്റുള്ളവർ. അത് നമ്മൾ ഒരു വീഡിയോ തന്നെ ചെയ്യാനുണ്ട്. അത് നമുക്ക് ചെയ്യാം. നിങ്ങൾ ദയവായി ആ വീഡിയോ കൂടി കാണണം. തീർച്ചയായിട്ടും എന്തായാലും നമ്മുടെ ഈ വിഷയത്തിൽ CPI എന്ത് നിലപാടെടുക്കും എന്നുള്ളത് ഇന്ന് പറയാം. 3 ഓപ്ഷനാണ് ഞാൻ പറഞ്ഞത് CPIയുടെ മുന്നിലുള്ളത്. ഒന്ന്, മുന്നണി ബന്ധം തന്നെ ഞങ്ങൾക്കിന് വേണ്ട എന്ന് പറയാം. അത് വളരെ കർശനമായ അവസാനത്തെ ഒരു രക്തസാക്ഷി തീരുമാനമായി പോകും. അതിന് സാധ്യതയില്ല. 2, മന്ത്രിമാരെ പിൻവലിക്കുക. അതും കുറച്ച് കടുത്ത തീരുമാനമായി പോകും. പിൻവലിച്ചാൽ പിന്നെ മുന്നണി ബന്ധങ്ങൾ എങ്ങനെ പോകുമെന്നറിയില്ല. CM ഇതെങ്ങനെ എടുക്കുമെന്നറിയില്ല. കാരണം ഇന്നലെ CMനോട് ഫോണിൽ CM ഇന്നലെ ബിനോയ് വിശ്വത്തോട് ഫോണിൽ സംസാരിച്ചപ്പോൾ നേരിട്ട് പോലും അവർ സംസാരിച്ചില്ല. അല്ലെ പിന്നെ ബിനോയ് വിശ്വത്തോട് ഇന്ന് മീറ്റിംഗ് നിങ്ങൾ മാറ്റിവെക്കൂ, നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒന്ന് കൂടി കാര്യങ്ങൾ തീരുമാനിക്കുക എന്നൊന്നും CM പറഞ്ഞില്ല. CM പറഞ്ഞു ഇതിൽ നിന്ന് പുറകോട്ട് പോകുന്ന പ്രശ്നമൊന്നുമില്ല, ഈ പൈസ കിട്ടാൻ വേണ്ടി ഇത് മാറ്റിയേ പറ്റൂ, വേറെ ന്യായമൊന്നുമില്ല, പിന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തീരുമാനിച്ചോളൂ എന്നുള്ള നിലയിലേക്ക് പോയപ്പോൾ ബിനോയ് വിശ്വത്തിന് വട്ടായാണ് ഇന്ന് മീറ്റിംഗ് കൂടിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നല്ല ഒരു BP ഉണ്ട് അവിടെ. കൂടുതലാണ് BP എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് CPI ഇന്നെടുക്കുന്ന തീരുമാനം വലിയ രാഷ്ട്രീയ തീരുമാനമായിരിക്കും. അതോ CPI ശരാശരി പല കാര്യങ്ങളിലും കീഴടങ്ങുന്നത് പോലെ ഇതിലും കീഴടങ്ങുമോ? CPI കീഴടങ്ങുമോ? മന്ത്രിമാരെ രാജിവെപ്പിക്കുമോ? മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കുമോ? മുന്നണിയിൽ നിന്ന് തന്നെ പോകുമോ? ഇത്തരം ചോദ്യങ്ങൾക്ക് ഇന്ന് എല്ലാറ്റിൽ നിന്നും ഉത്തരം കിട്ടിയില്ലെങ്കിലും ചില ചോദ്യങ്ങൾക്ക് ഇന്ന് വയലാറിൽ നിന്ന് ഉത്തരം ഉണ്ടാകും.